പുതിയൊരു സൊമാറ്റോ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രാവിലെ സമയം ഇപ്പം 5:15 അപ്പോൾ ഇന്ന് നമ്മൾ വർക്ക് ചെയ്യാൻ പോകുന്നത് രാവിലെ 7 to 12 വർക്ക് ചെയ്യാൻ പോകുന്നത്. രാവിലെ ഇവിടെ എല്ലാം സെറ്റാണ്. വേറെ ഇലക്ട്രീഷ്യൻ ഉണ്ട്, ഹെൽമെറ്റ് അവിടെ ഉണ്ട്. ആദ്യം ദോശ എടുത്ത് വയ്ക്കുക. ചൂട് കേട്ടോ, ചിക്കൻ കറി എടുക്കുക. സമയം ഇപ്പം 5:20 പെട്ടെന്ന് കഴിക്കാം, കഴിച്ചിട്ട് പോവാം. നേരെ വീഡിയോയിലോട്ട്. ഓക്കെ, ഫസ്റ്റ് ഓവർ അടിച്ചിട്ടുണ്ട്. ഫസ്റ്റ് ഓവർ എന്ന് പറഞ്ഞാൽ ഹോട്ടൽ ചിന്നൂസ് ആണ് കേട്ടോ. ഹോട്ടൽ ചിന്നൂസ് ആണ് ഓവർ അടിച്ചത്. രാവിലെ ഒരു മഴയുണ്ട്, വോയിസിന് ചെറിയ വിഷയം വരും. ഇപ്പൊ മൈക്ക് ഊരി വയ്ക്കാൻ പോവുകയാണ് കേട്ടോ. മൈക്ക് ഊരി വയ്ക്കാൻ പോവുകയാണ്. വെള്ളം നനയും, മഴ പെയ്ത്. ഫൈനലി നമ്മൾ ലൊക്കേഷൻ എത്തിയിട്ടുണ്ട്. ഹോട്ടൽ ചിന്നൂസ് ആണ് കേട്ടോ. ക്യാമറ മൈക്കില്ലാത്തോണ്ട് മൈക്ക് ഊരി വെച്ചിരിക്കുന്നു. മഴ പെയ്യാൻ തോന്നുന്നു. ഫുഡ് എടുത്തിട്ടുണ്ട്. പൂരി മസാല, പൂരി, ഇഡലി സിംഗിൾ, ഇഡലി സെറ്റാണ് കേട്ടോ. ഫസ്റ്റ് ഓവർ അടിച്ചത് ഹോട്ടൽ ചിന്നൂസിലാണ്. നമുക്ക് കൊടുക്കാനുള്ളത് AKG നഗറാണ്, പേരൂക്കട കേട്ടോ. ഇവിടുന്ന് 4.6 കിലോമീറ്റർ ഉണ്ട്. രാവിലെ അത്യാവശ്യം തിരക്കുണ്ട് കേട്ടോ. ഇവിടുന്ന് റൈറ്റ് യൂട്ടേൺ എടുത്തായിട്ട് പോകണം. രാവിലെ അത്യാവശ്യം തിരക്കുകളും കാര്യങ്ങളും ഉണ്ട്. വോയിസിന് ചെറിയ വിഷയം വരും, എല്ലാവരും ക്ഷമിക്കുക. മഴയാണ് കേട്ടോ. മഴ പെയ്യുമെന്ന് നോക്കട്ടെ, വെയിൽ എടുത്ത് വയ്ക്കാം. വാട്ടർ പ്രൂഫ് അല്ലാത്തതുകൊണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പറ്റില്ല. ഓട്ടോ ചേട്ടൻ കൊണ്ട് കയറി കേട്ടോ, കാരണം അവിടെ ബ്ലൈൻഡ് സ്പോട്ടാണ്, കയറി വരാൻ പറ്റില്ല. നമുക്കിനി 1.5 കിലോമീറ്ററേ ഉള്ളൂ.
ഗൈസ് നമ്മൾ ലൊക്കേഷൻ എത്താറായിട്ടുണ്ട്. AKG നാറാണ് കേട്ടോ. ഇവിടെയൊക്കെ മൊത്തം പൊളിച്ചിട്ടുണ്ട്. അപ്പോൾ 250 മീറ്ററും കൂടെ ഉള്ളൂ. അവിടെ ഒരു ജംഗ്ഷൻ അല്ല, ഒരു മുക്കുമില്ല, ഓട്ടോ സ്റ്റാൻഡൊക്കെ. അവിടെ നിന്ന് റൈറ്റ് അല്ല പോകാനുള്ളത്, ഇവിടെ നിന്ന് റൈറ്റാണ് കയറാനുള്ളത്. ഒരു പൈസ ഫൈനലി കണ്ടുപിടിച്ച് ഇങ്ങോട്ടാണ് കേട്ടോ. നാലാണ് അനുഗ്രഹ ലൊക്കേഷൻ കാണിക്കാം. കസ്റ്റമർ ഒന്ന് കഴിഞ്ഞിട്ടുണ്ട്. ഗൈസ് അപ്പോൾ ഫുഡ് കൊടുത്ത് കഴിഞ്ഞിട്ട് 52 രൂപ 76 പൈസയാണ് കേട്ടോ കിട്ടിയത്. അനുഗ്രഹ നാലിലാണ് കൊടുത്തത്. 52 രൂപ 76 പൈസ. ഗൈസ് നമുക്ക് അടുത്ത ഓർഡർ അടിച്ചിട്ടുണ്ട്. മൺചട്ടി റെസ്റ്റോറൻ്റ് ആണ് കേട്ടോ. മൺചട്ടി റെസ്റ്റോറൻറ്റ് എന്ന് പറയുമ്പോൾ കുറച്ച് അപ്പുറത്താണ്. പേരൂക്കട കഴിഞ്ഞ് വടയില കഴിഞ്ഞ് പിന്നെ കുറച്ച് മുന്നോട്ടെത്തുമ്പോഴാണ് കേട്ടോ. ആ സ്ഥലത്തിൻ്റെ പേര് എനിക്ക് അറിഞ്ഞൂടാ. ഇവിടെ ഫ്രീ ലെഫ്റ്റാണ്, കയറി പോവാം. നോക്കി കയറി പോയാൽ മതി കേട്ടോ. ഏത്തക്കൊല കൊണ്ടിട്ടെങ്ങനെയുണ്ടോ, ഇതുകൊണ്ടാണ് നമുക്ക് വില കുറയണം കേട്ടോ. തമിഴ്നാട്ടിൽ നല്ലപോലെ ഏത്ത ഇവിടോട്ട് കൊണ്ട് തട്ടയാണ്, അതുകൊണ്ടാണ് നമുക്കിവിടെ വില കുറയണം. ഇപ്പം ന്യായമായിട്ടുള്ള വില കിട്ടൂല. മൺചട്ടി റെസ്റ്റോറൻറ്റ് ഇവിടെ അടുത്ത് തന്നെ. ഇവിടെ നിന്ന് 2 കിലോമീറ്റർ ഉള്ളൂ കേട്ടോ. വടയില കഴിഞ്ഞിട്ട് ആരെ തൊപ്പി പോയി. അയ്യോ ശേ, അവൻ കളഞ്ഞിട്ട് പോകണം, അവന് വേണ്ടെന്ന് തോന്നുന്നു. സാധാരണ മൺചട്ടി റെസ്റ്റോറൻറ്റിൽ ഓർഡർ അടിക്കണമല്ല രാവിലെ, പിന്നെ എന്താണെന്ന് അറിഞ്ഞൂടാ. റൈറ്റ് സൈഡിലാണ് നമ്മളെ ഇൻസ്റ്റാമാർട്ട് കേട്ടോ. രാവിലെ അവിടെ നിന്ന് ഓർഡർ അടിക്കുമെന്ന് വിചാരിച്ചു, ഓർഡർ അടിച്ചില്ല. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ഷാഡ ഓടിയപ്പോൾ ഓർഡർ അടിച്ചു കേട്ടോ. ഇന്ന് രാവിലെ അവിടെ ഒന്ന് ഓണാക്കി ഒരു 5 മിനിറ്റ് അവിടെ നിന്നു, എന്നിട്ട് പോലും ഓർഡർ അടിച്ചില്ല. ചിലപ്പോൾ അങ്ങനെയൊക്കെയാണ്. ചിലപ്പോൾ അവിടെ പിന്നെ നമ്മളെ കരോളത്ത് എത്തുമ്പോഴൊക്കെ ചിലപ്പോൾ ഇവിടെ ഓർഡർ അടിക്കും. ഇവിടെ നിന്നാൽ ചിലപ്പോൾ അടിക്കില്ല. ഇവിടെ സിഗ്നൽ വെച്ചിരുന്നെങ്കിൽ കുറച്ചുകൂടെ റെഡി ആയെന്ന് തോന്നണം കേട്ടോ. അയ്യോ ചെളി, അയ്യോ ശേ. നമ്മളെ ലൊക്കേഷൻ എത്താറായിട്ടുണ്ട്. ഇവിടെ റൈറ്റാണ് കേട്ടോ. അവിടെ റൈറ്റാണ് കയറാനുള്ളത്. എവിടെ അയ്യോ കാണാനില്ലേ? അതുകൊണ്ട് അവിടെ ചെട്ടി നമ്മൾ എത്തിയിട്ടുണ്ട്. ലൊക്കേഷൻ എത്തിയിട്ടുണ്ട്. ഇവിടെ കുഴിയാണല്ലേ. ആഹാ ചെളി.
നല്ലപോലെ സ്ലിപ്പ് ചെയ്യണം കേട്ടോ. അതുകൊണ്ട് നമ്മളൊരു ഒരു ഒരു അടവെടുത്തിട്ട്, അല്ലെങ്കിൽ ചിലപ്പോൾ തറ കിടക്കും. ഓക്കെ, നമ്മളെ ലൊക്കേഷൻ എത്തിയിട്ടുണ്ട്. ഇനി ഇവിടെ നിന്ന് തിരിച്ചു പോകണം കേട്ടോ, വണ്ടി വരണോണ്ടേ. ഓക്കെ, നമ്മളെ ലൊക്കേഷൻ എത്തിയിട്ടുണ്ട്. ഇതാണ് മൺചട്ടി റെസ്റ്റോറൻറ്റ് കേട്ടോ. ഫുഡ് ചോദിച്ചു നോക്കാം, ചിലപ്പോൾ റെഡി ആയി കാണും കേട്ടോ. റെഡിയായ 07:44. റെഡി കൊടുത്താൽ മതി, റെഡി കൊടുത്താൽ മതി. അല്ല, കൊടുത്താൽ മതിയെന്ന്. പുറത്ത് നിൽക്കാം. 07:44. ആ സുഖി. അവിടെ വെയിറ്റ് ചെയ്യാം. ഗൈസ്, ആ ഫുഡ് എടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. എഗ് റോസ്റ്റും അരിപ്പുട്ടും ബോയിൽഡ് എഗ്ഗുമാണ് കേട്ടോ. ഗൈസ്, അപ്പോൾ നമ്മൾ കൊടുക്കാനുള്ള AKG നാറാണ്. നേരെ വച്ച് പിടിക്കാൻ കേട്ടോ. ഇവിടെ നിന്ന് 2 കിലോമീറ്ററേ ഉള്ളൂ. ഓർഡർ എടുത്തത് മൺചട്ടി റെസ്റ്റോറൻ്റാണ്. ദശോധാര സിനിമയിലെ നല്ലൊരു പാട്ടാണ് കേട്ടോ. ആ ഒരു വണ്ടി അവിടെ നിർത്തി സ്ലോ ആക്കി, അപ്പം അവിടെ ബ്ലോക്കാണ്. എന്ത് ചെയ്യാന്നാണ് ആലോചിക്കുന്നത്. ഫോട്ടോ എടുത്തിട്ട് പണ്ടാരം ചൂടെടുത്തിട്ട് നിൽക്കാനും വയ്യ. മഴ ചതിച്ച് എടുത്തിട്ടില്ലേ ഫുള്ള് നനയും. അതുകൊണ്ടാണ് എടുത്തിട്ടത്. അതിപ്പോൾ പെനയായി. ഇഷ്ടമായിട്ടിൽ ഓറുണ്ട് കേട്ടോ നല്ലപോലെ, പക്ഷെ നമുക്കടിക്കില്ല. സ്കോട്ട് എടുക്കായിരുന്നു, മൊത്തം പൂപ്പ് കേട്ടോ. പൂപ്പല്ല, ഒരുമാതിരി കളർ വ്യത്യാസം. എന്തോ അറിഞ്ഞൂടാ, പൂപ്പല്ല, ഒരുമാതിരി വെള്ള കളർ പിടിച്ചിരിക്കും കേട്ടോ. ഒരു ദിവസം ഞാൻ ഇതുപോലെ അല്ല, മഴയത്തെ കൊണ്ട് വച്ചിട്ട് എടുത്തോണ്ട് പോയി. പോണോ, പോ. പോണ്ട. അയ്യോ, നമുക്കവിടെ സിഗ്നൽ ഇല്ല, കയറി പോവാം. പക്ഷേ ഇവിടുത്തെ വണ്ടികൾ പോയാലേ നമുക്ക് പോകാൻ പറ്റുള്ളൂ. അതാണ് ഇവിടുത്തെ മെയിനായിട്ടുള്ള വിഷയം. ഓക്കെ, കാതലും കൊണ്ട അവതാരം മുന്നവലാല. ആണോ ഫോണ് പിന്നെ വിളിക്കാം. അയ്യോ, നോക്കിയോ. റൈറ്റാണ് പോകാനുള്ളത്. ഇനി ഒരു 100
ഗൈസ് അപ്പോൾ എവിടെയും ലൊക്കേഷൻ കൊടുത്തേക്കണം കേട്ടോ. ജോസ് ശരി ഓക്കെ. ഗൈസ് അപ്പോൾ ഫുഡ് കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഗൈസ് അപ്പോൾ 29 രൂപയാണ് കേട്ടോ കിട്ടിയത്. 29 രൂപ 0 പൈസ 0.5 പൈസ എങ്ങാണ്ടാണ് കിട്ടിയത്. ഗൈസ് നമ്മൾ അടുത്ത ഓറെന്ന് പറയണത് അടിച്ചിട്ടുണ്ട്. അടുത്ത ഓറെന്ന് പറയണത് നമുക്ക് അലങ്കാർ പ്യൂർ വെച്ചാണ് കേട്ടോ. നമ്മൾ അലങ്കാർ പ്യൂർ വെച്ചാണ് കുറച്ച് സമയമായി അടിച്ചിട്ട്. ഇപ്പോൾ റെഡിയായി കാണുമെന്ന് വിശ്വസിക്കുന്നു. നോക്കാം. ഇഡ്ഡലി സാമ്പാർ ദോശ വട. ഏകദേശം നമുക്ക് കൊടുക്കാനുള്ള റാണി ലൈനാണ് പേരൂക്കട. വോയിസിന് ചെറിയ വിഷയം ഉണ്ടാവും, എല്ലാവരും ക്ഷമിക്കുക. മൈക്ക് ഊരി വെച്ച് കേട്ടോ, വെള്ളം കയറുമല്ലേ. റാണി ലൈനാണ് പേരൂക്കടയാണ് കൊടുക്കാനുള്ളത്. ഇവിടുന്ന് 3.4 കിലോമീറ്റർ ഉണ്ട് കേട്ടോ. പോയിട്ടുണ്ട്, ഭയങ്കര മണം. ഓക്കെ. ഒരു കുഴി എടുത്ത് ചാടി കേട്ടാ, അത്യാവശ്യം വലിയൊരു കുഴിയായിരുന്നു. നമ്മളെ വേപ്പ് പോയത്. ഏകദേശം നമ്മൾ ലൊക്കേഷൻ എത്താറായിട്ടുണ്ട്. ഇനി ഒരു 400 മീറ്റർ അടുപ്പിച്ചുള്ളൂ എന്ന് തോന്നുന്നു കേട്ടോ. കണ്ടുകൂടാ, അടയണോട്ടെ, കണ്ടുകൂടാ. ഓക്കെ, നമുക്ക് ഇവിടുന്ന് റൈറ്റാണ് കയറി പോകാനുള്ളത്. റാണിയിലായിരുന്നു കേട്ടോ. ഇവിടെ നമ്മൾ ലൊക്കേഷൻ കാണിക്കാം. ചെളിയുണ്ട് കേട്ടോ, ഉപ്പി. അടി പിടിച്ചോളണേ, പേപ്പർ കൊണ്ട് നനഞ്ഞിരിച്ചോളാം. അപ്പോൾ ഫുഡ് കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇഡ്ഡലി സാമ്പാർ വട ദോശയായിരുന്നു കേട്ടോ. ഏകദേശം 37 രൂപ 40 പൈസ ആണ് കേട്ടോ സെറ്റ് ചെയ്ത്. $37 40 പൈസ കണ്ടാണ് കിട്ടി. അടുത്ത ഓർഡർ അനുസരിച്ച് സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഉടനെ കിട്ടും. മിക്കവാറും വലിയ കടയായിരിക്കും കേട്ടോ. ഈ ഭാഗത്തോടെ വരുമ്പോൾ മിക്കവാറും വലിയ കടയാണ് ഓർഡർ അടിക്കണേ. ഓർഡർ ഉണ്ടെന്ന് ചോദിച്ചാൽ ഉണ്ട് കേട്ടോ, ഇല്ലെന്ന് ചോദിച്ചാൽ ഇല്ല. ആ ഒരു അവസ്ഥയാണ്. ഉണ്ടെന്ന് പറയാൻ പറ്റില്ല, ഇല്ലെന്നും പറയാൻ പറ്റില്ല.
ഇല്ലെന്ന് പറയുമ്പോൾ ഉടനെ അടിക്കും, ഉണ്ടെന്ന് പറയുമ്പോൾ അടിക്കില്ല. അതൊക്കെയാണ് കുഴപ്പം. ഇന്ന് എന്തായാലും സൊമാറ്റോ ഓടാൻ പറ്റിയില്ല. ഞാനത് ജിക്സ് ബുക്ക് ചെയ്യാൻ മറന്നുപോയി. പിന്നെ രാവിലെ ബുക്ക് ചെയ്യാൻ പറഞ്ഞ് പെട്ടെന്ന് എടുത്തപ്പം ഒരു ജിക്സ് പോലും ഇല്ല. ഉണ്ട് 12 മണി തൊട്ട് 2 മണി, പിന്നെ അടുത്ത് 3 മണി തൊട്ട് 4 മണി, പിന്നെ അടുത്തുള്ളത് 7 മണി തൊട്ട് 9 മണി. അങ്ങനെ ബുക്ക് ചെയ്തിട്ട് കാര്യമില്ല. ചെയ്യണമെങ്കിൽ രാവിലെ ചെയ്യണം. അതുകൊണ്ടാണ് ഇന്ന് ഷാഡോ ഓടുന്നത്. സത്യം പറഞ്ഞാൽ ഞാനിന്ന് പ്ലാൻ ചെയ്തത് സൊമാറ്റോ ഓടാന്നാണെന്ന് പ്ലാൻ ചെയ്തത്. ഇൻട്രോ എല്ലാം എടുത്തത് സൊമാറ്റോ ഇല്ല കേട്ടോ. ഓ ഇവിടെ പുളിയായി. അപ്പം അടുത്ത ഓർഡർ അടിച്ചിട്ടുണ്ട്. വലിയട റെസ്റ്റോറൻ്റ് ആണ്, പേർക്കോട് കേട്ടോ, പേർക്കോട് ജംഗ്ഷനിൽ. ഫുഡ് എടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. കോയിൻ പൊറോട്ടയും ചിക്കൻ ഫ്രൈ ആണ് കേട്ടോ. അപ്പോൾ കൊടുക്കാനുള്ള കബഡി ഏകദേശം കൊടുക്കാനുള്ളതെന്ന് പറയുന്നത് കവടിയാറാണ്. ഇവിടുന്ന് ഏകദേശം 1.5 കിലോമീറ്റർ ഉള്ളൂ കേട്ടോ. നമ്മളെ ലാസ്റ്റ് ഓർഡറാണ്. ഷാഡോഫെക്സിൽ സ്ലോട്ട് കംപ്ലീറ്റ് ചെയ്താലും പിന്നെയും ഓർഡർ അടിക്കും കേട്ടോ. അങ്ങനെ ഒരു കുഴപ്പമുണ്ട്. ഓർഡർ ഉണ്ടെങ്കിൽ പിന്നെയും കിട്ടും. നല്ല ബിരിയാണിയിലെ മണം പറഞ്ഞു കേട്ടോ ഇവിടുന്ന്. മനുഷ്യനെ കൊതിപ്പിക്കാൻ വേണ്ടി ഒന്നാമത് വിശന്ന് പണ്ടാരോടെ ഇരിക്കും. മനുഷ്യനെ കൊതിപ്പിക്കാൻ വേണ്ടി മണം കൊണ്ടുവന്നേക്കും. സ്കോഡാ നമ്മളിവിടെ അടുത്ത് തന്നെ നമ്മളെ ലൊക്കേഷൻ. സിഗ്നലുണ്ട് ചേട്ടാ, കയറി പോയാൽ മതി. പക്ഷെ വണ്ടികളൊന്നും നമുക്ക് ഇവിടെ അടുത്ത് തന്നെ കേട്ടാ. മറ്റേ BNS ലൈൻ അങ്ങനത്തെ ഒരു ലൈൻ ഉണ്ടല്ലോ, അവിടെയാണ് കൊടുക്കാനുള്ളത്. എന്തോന്ന് തോന്നാൻ കേട്ടാ. ഇവിടെ നിന്ന് ഈ 1.5 കിലോമീറ്റർ ഇല്ല, 1.2 കിലോമീറ്റർ ഉണ്ട്. ബ്രാഹ്മിൻസ് ലൈനിലാണ് പോകാനുള്ളത്. ഒന്ന് റൈറ്റ് കയറി പോകണം കേട്ടോ. ബ്രാഹ്മിൻസ് ലൈൻ ലൊക്കേഷൻ തെറ്റിയോ എന്നൊരു ഡൗട്ട് കേട്ടോ. ചെറിയ ഒരു മുടുക്കുണ്ടായിരുന്നു, ആ മുടുക്കിനകത്താണ് കയറി പോകേണ്ടതെന്ന് തോന്നുന്നു കണ്ടിട്ട്. അതുകൊണ്ട് അവിടെ ഒരു മുടുക്ക് വേണ്ട. ഈ മുടുക്കിനകത്താണ് കയറി പോകാനുള്ളത്. ഒരു 300 മീറ്ററും കൂടെ ഉള്ളൂ. അയ്യോ ഇതല്ലേ വഴി, ദൈവമേ, ഞാൻ ഇപ്പം ഇറങ്ങി പോകാനെ. വഴി ഇങ്ങോട്ടാണല്ലോ കാണിക്കുന്നത്, മാപ്പ് ഇങ്ങോട്ടാണ് കാണിക്കുന്നത്, പക്ഷെ ഫ്രണ്ടിലോട്ട് അത്ര വെടിപ്പല്ലല്ലേ റോഡ്. എല്ലാം കയറി പോയാൽ മതി. യെസ്, നമ്മൾ ലൊക്കേഷൻ എത്തിയിട്ടുണ്ട്. ഇവിടെ തന്നെ എന്നാൽ തോട്ട് നിർത്താം. ഇതിൻ്റെ ലോക്കിട്ട വഴിയാണ് കേട്ടാ. ഓഹോ, ഇത് എന്നാ തോന്നുന്നു. ശരി, ഓക്കെ. നമുക്ക് ഓർഡർ കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. 29 രൂപയാണ് കിട്ടിയത് കേട്ടോ. 29 രൂപയാണ് കിട്ടിയത്. അടുത്ത ഓർഡർ അടിച്ചിട്ടുണ്ട്, ഞാൻ പറഞ്ഞില്ലേ 12 മണി കഴിഞ്ഞിപ്പം. അടുത്ത ഓർഡർ അടിച്ചിട്ടുണ്ട്. കണ്ണാക്കി റെസ്റ്റോറൻ്റ് ആണ്. കണ്ണാക്കി റെസ്റ്റോറൻ്റ് ആണ് കേട്ടോ. എവിടെയാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ, കേട്ടിട്ടുണ്ട്. ഓർഡർ അടിച്ചിട്ടുണ്ടോ എന്തോ എനിക്ക് ഓർമ്മയില്ല. സ്ഥലത്തിന് പേരില്ല.
കണ്ണകി റെസ്റ്റോറൻറ്റ് തിരുവനന്തപുരത്ത് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. എവിടെയാണെന്ന് അറിഞ്ഞൂടാ. നേരെ പോവാം. ആഹാ, ഒരു മഴ പറഞ്ഞാ ശരി പൊന്നെ, ഇത് പെയ്യണമെന്നുണ്ടെങ്കിൽ നനഞ്ഞ് കുളിക്കും. കാണിക്കില്ല കേട്ടോ, മിക്കവാറും അങ്ങോട്ടായിരിക്കും കണ്ണകി റെസ്റ്റോറൻറ്റ്. ചിലപ്പോൾ എനിക്ക് അറിയായിരിക്കും, നമ്മൾ ഡെയിലി ഓർഡർ എടുക്കണമെങ്കിൽ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. പെട്ടെന്ന് കണ്ണകി റെസ്റ്റോറൻറ്റ് ഇവിടെ അല്ലേ നമുക്ക് ഓർമ്മ വരും. ഇതിനുമ്പ് ഓർഡർ അടിച്ചിട്ടുണ്ടാകുന്നു, എനിക്ക് അറിഞ്ഞൂടാ. എന്നാൽ ഇടിച്ച കാർ ഇപ്പോഴും അവിടെ കിടക്കണേ ഉള്ളൂ കേട്ടോ, കൊണ്ടുപോയില്ല. ഇവിടെ എത്തിയ ടാസ്ക്കാണ് കേട്ടോ വേറെ പോവാനേ. ഇവിടെ എത്തി പാടാണ്. പാടെന്ന് പറഞ്ഞാൽ വേറെ കുഴപ്പമൊന്നുമില്ല. ആഹാ, അടിപൊളി. എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? അപ്പോൾ കണ്ണകി റെസ്റ്റോറൻറ്റ് എത്തിയിട്ടുണ്ട്. പണ്ടാരോടെ ഹലോ, 74 73 73 റെഡി പറഞ്ഞില്ല, അതാണ് വിഷയം. കൈസപ്പ ഐറ്റം എടുത്തിട്ടുണ്ട്. പൊതിച്ചോറാണ് കേട്ടാ, മഴ സമ്മതിക്കൂലല്ലേ. ഇത് എത്രാമത്തെ പ്രാവശ്യം? പൊതിച്ചോറാണ്, 2 പൊതിച്ചോറ്, ഫിഷ് പൊതിച്ചോറ്. കൈസപ്പ കൊടുക്കാനുള്ളത് വട്ടിയൂർക്കാവാണ്. ഇവിടുന്ന് 6.4 കിലോമീറ്റർ ഉണ്ട്. നമ്മളെ ലാസ്റ്റ് ഓർഡറാണ് കേട്ടത്. റോഡൊക്കെ വൻ മോശം. അല്ലെങ്കിൽ ചെളി അടിക്കുന്നു കേട്ടോ മൊത്തം. നമ്മൾ ലൊക്കേഷൻ എത്തിയിട്ടുണ്ട്. മത്തി അഞ്ജലി. ശരി, ഫുഡ് കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഫിഷ് പൊതിച്ചോറായിരുന്നു കേട്ടോ, 2. ഫുഡ് കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. 69 രൂപ ചില്ലറ പൈസ കേട്ടോ കിട്ടിയത്. 69 രൂപ 53 പൈസ കണ്ടേ. ഇവിടെ സൈഡിൽ കൊടുത്ത് ചെയ്യാം. അപ്പോൾ നമ്മൾ 7 to 12 നമ്മൾ ഓടിയെന്ന് പറയണത് 5 ഓർഡർ കിട്ടി കേട്ടോ. മൊത്തം ടോട്ടൽ എമൗണ്ട് എന്ന് പറയുന്നത് 211 രൂപ. രാവിലെ ഓർഡർ ഷോക്ക് വരുന്നുണ്ട്. ഷോക്കൊന്നും തീർത്ത് പറയാൻ പറ്റൂല, ഓർഡർ ഉണ്ടായിരുന്നു എങ്കിലും പോരാ കേട്ടോ അത്ര. സൊമാറ്റോ ആണെന്നുണ്ടെങ്കിൽ ഇന്ന് ഓടിയില്ല, ഇന്ന് ഷാർഡ് എഫക്ട്സാണ് ഓടിയത്. എന്തായാലും നമുക്ക് അടുത്ത ദിവസം നോക്കാം. അപ്പോൾ ഇതാണ് ഡീറ്റെയിൽസ് കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ.